21 വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനിയെ പോലീസ് പിടിച്ചതിനെ തുടർന്ന് കോളേജിലെ അധ്യാപകരെല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ ഇരുന്ന ഒരു പേന ഈ പെൺകുട്ടി ആരും കാണാതെ എടുത്ത് ബാഗിനുള്ളിലേക്ക് ഇട്ടു. ഇത് CCTVയിൽ പതിയുകയാണ്. ഈ കടയുടെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഈ മോഷണ രംഗം കാണുകയും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് ആ ബാഗ് പരിശോധിച്ചു. CCTV രംഗങ്ങൾ കണ്ടപ്പോൾ ഈ മോഷണം സംഭവിച്ചായിട്ട് കാണുകയാണ്. പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടി നഗരത്തിലെ ഈ കോളേജിൽ ബിരുദാനന്തര ബിരുദം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നാട്ടുംപുറത്താണ് വീട്. വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർ ഓടി വന്നു. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത്, എനിക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കടകളിലൊക്കെ കയറുമ്പോൾ വളരെ വില കുറഞ്ഞ വസ്തുക്കളായിരിക്കും. ചിലപ്പോൾ 5 രൂപയുടെ പേനയോ അല്ലെങ്കിൽ 10 രൂപയുടെ എന്തെങ്കിലും മറ്റ് സാധനങ്ങളൊക്കെ ആയിരിക്കാം. വലിയ വിലയുള്ളതൊന്നും അല്ല. അത് പൈസ കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. എങ്കിലും ഈ വസ്തുക്കൾ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ഒരു സമ്മർദ്ദം വരുന്നു. തീവ്രമായൊരു സമ്മർദ്ദം വരികയാണ്. ആ സമ്മർദ്ദം തീവ്രമാകുമ്പോൾ തലയൊക്കെ പെരുക്കും, തല പൊട്ടിപ്പുളർക്കുന്ന പോലത്തെ വേദന വരും, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് ഈ പേന അല്ലെങ്കിൽ ആ വില കുറഞ്ഞ സാധനം എടുത്ത് ബാഗിനകത്തേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രഷറൊക്കെ മാറി അങ്ങ് റിലാക്സ്ഡ് ആകും എന്നാണ് പറയുന്നത്. വീട്ടുകാരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, പണ്ട് തൊട്ടേ ഉണ്ട്, ഇതൊരു ഹൈസ്കൂൾ കാലഘട്ടം തൊട്ടേ ഉണ്ട്. പലപ്പോഴും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് വരും. അത് വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് ആരും അതിനെ ഗൗരവമായിട്ട് എടുക്കത്തില്ല. ഞങ്ങളത് പറഞ്ഞു നോക്കി പല പ്രാവശ്യം, ഇത് ശരിയല്ല, മോശമാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞു നോക്കിയിട്ടും ഇത് മാറുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സംഭവിച്ചിട്ടുണ്ട്. ഡിഗ്രി പഠിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പോയി വരികയാണ് ചെയ്തത്. എങ്കിലും ഒരിക്കൽ പരീക്ഷ എടുത്തപ്പോൾ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു സുഹൃത്തിൻ്റെ ഹോസ്റ്റൽ റൂമിൽ 2 ദിവസം നിന്നു. പക്ഷേ അതിനുശേഷം ഈ റൂംമേറ്റ് ആ മുറിക്കുള്ളിലേക്ക് കയറ്റാതെയായി. കാരണം എന്താണെന്ന് വെച്ചാൽ, റൂംമേറ്റിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു പേന ഇതേപോലെ ഈ കുട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത് മോഷണം ഒരു കുറ്റകൃത്യമല്ലേ? തീർച്ചയായിട്ടും കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടി പറയുന്നത് ശ്രദ്ധിക്കുക. അവൾ മോഷ്ടിക്കുന്ന ഒന്നും വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളല്ല. സ്വർണ്ണാഭരണങ്ങളോ വില കൂടിയ മൊബൈലോ അത്തരം സംഗതികളൊക്കെ കണ്ടാലും അതൊന്നും എടുക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഈ വില കുറഞ്ഞ ഈ പേന അല്ലെങ്കിൽ ചില സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ വളരെ വില കുറഞ്ഞ സാധനങ്ങളാണ്. ചിലപ്പോൾ പേപ്പറായിരിക്കാം. ഇത്തരം സാധനങ്ങൾ കാണുമ്പോഴാണ് ഇവൾക്ക് ഉള്ളിൽ ഈ വല്ലാത്തൊരു പ്രഷർ വരികയും ആ പ്രഷർ മാറണമെങ്കിൽ ആ സാധനം ഇങ്ങനെ എടുത്ത് ബാഗിനുള്ളിലേക്ക് ഇടുകയും ചെയ്യണം. ഇതിനെ ക്ലെപ്റ്റോമാനിയ എന്ന് പറയും. അപ്പോൾ ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എടുത്തുചാട്ട സ്വഭാവ രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ക്ലെപ്റ്റോമാനിയയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വില കുറഞ്ഞ വസ്തുക്കൾ കാണുമ്പോഴാണ് അത് മോഷ്ടിക്കാൻ തോന്നുന്നത്. കാരണം അത് കാണുമ്പോൾ വല്ലാത്തൊരു സമ്മർദ്ദം ഇങ്ങനെ കൂടിക്കൂടി വന്ന് ആ സമ്മർദ്ദം ലഘൂകരിക്കണമെങ്കിൽ ആ സാധനം മോഷ്ടിച്ചാലേ പറ്റും. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും മോഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പരാതി വരുന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ 21-ാം വയസ്സിൽ പരാതിക്ക് കാരണമായത്, ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു വളരെ തിരക്കുള്ളൊരു സ്ഥലത്ത് CCTV എല്ലാ മൂലകളിലും എത്തുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു മോഷണം നിർവഹിച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഇത് CCTVയിലൂടെ കാണാനിടയായപ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന അവസ്ഥ ചികിത്സ വേണ്ടുന്ന ഒരു മാനസിക രോഗാവസ്ഥ തന്നെയാണ്. പക്ഷേ നിയമപ്രകാരം അത് കുറ്റകൃത്യമാണ് താനും. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നതാണ് പലപ്പോഴും ഈ വ്യക്തികളിൽ കാണുന്ന പ്രശ്നം. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ഇതിന് നല്ല രീതിയിലുള്ള മാറ്റം വരും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ, 2-3 മനഃശാസ്ത്ര പരിശീലനങ്ങളും ഇവർക്ക് അത്യാവശ്യമാണ്. ഒന്ന്, ഈ എടുത്തുചാട്ട സ്വഭാവം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില പരിശീലനങ്ങളുണ്ട്. ഏകാഗ്രത കൂട്ടാനും മനസ്സ് വർത്തമാനകാലത്തിലേക്ക് നിൽക്കാനും സഹായിക്കുന്ന ചില പരിശീലനങ്ങൾ, അതുപോലെ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള ചിന്തകളിലെ വൈകല്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ, അതുപോലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ചില റിലാക്സേഷൻ വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിലെ മൊത്തം ടെൻസാക്കിയിട്ട് പിന്നെ പതിയെ റിലാക്സ് ചെയ്യുന്ന രീതികളൊക്കെ ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും. പലപ്പോഴും ഇത് കുട്ടിക്കാലം തൊട്ട് ആരംഭിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും ഇതൊന്ന് മാറി വരാൻ എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഒരു 5-8 കൊല്ലമെങ്കിലും പഴക്കം വന്നിട്ടായിരിക്കും ഇതൊരു ചികിത്സകൻ്റെ അടുത്തേക്ക് എത്തുന്നത്. കാരണം ചെറിയ പ്രായത്തിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം വീട്ടുകാരും
നാട്ടുകാരും എല്ലാം നിസ്സാരമായിട്ടൊരു കൊച്ചുകുട്ടിയുടെ കൗതുകമായിട്ട് കരുതും. ഇനി കുറച്ച് കൗമാരത്തിലേക്ക് എത്തി, കോളേജ് പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും ഈ വലിയ വിലയില്ലാത്ത സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് ആരും അത് ഗൗരവമായിട്ട് എടുക്കില്ല. പക്ഷേ പിന്നീട് അതൊരു നിയമപ്രശ്നമായി മാറുമ്പോഴാണ് അത് പലപ്പോഴും അത് സങ്കീർണതകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മോഷണ ശീലം കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ, എത്രയും ചെറുപ്പത്തിൽ തന്നെ അതിനെ ഗൗരവമായി എടുത്ത് കൃത്യമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. മാത്രമല്ല ഇവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിനും വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. നമസ്കാരം.